നിങ്ങൾ ഈ സുപ്രീം കോടതി എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മളുടെ നാട്ടിലെ ഏറ്റവും വലിയ കോടതി, വലുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെട്ടിടം കൊണ്ട് വലിപ്പത്തിലല്ല, അതിനേക്കാളൊക്കെ വലിയ കോടതി കെട്ടിടങ്ങളുണ്ട്. ഏറ്റവും ഉന്നത കോടതി, അപ്പെക്സ് കോർട്ട് എന്നും പറയും, സുപ്രീം കോർട്ട് എന്നും പറയും. പല കോടതി രേഖകളിലും അപ്പെക്സ് കോർട്ട് എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത്. ഈ കോടതിയാണ് നമ്മളുടെ അന്തിമ കോടതി. അന്തിമ കോടതിയുടെ വിധി അന്തിമമായിരിക്കും, ഫൈനൽ വിധിയാണ്. അതിനപ്പുറത്തേക്ക് നമുക്ക് അപ്പീൽ പോകാനോ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ആ വിധി ശിരസ വഹിക്കുകയല്ലാതെ മറ്റ് മാർഗവുമില്ല. അവർ വിധിച്ചു കഴിഞ്ഞാൽ അത് ഭാരതത്തിൻ്റെ അതിർത്തി എവിടം വരെയുണ്ടോ അവിടെയെല്ലാം തന്നെ ആ വിധി ബാധകമാണ്. എല്ലാ കോടതികൾക്കും അത് ബാധകമാണ്. ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഒരു വിധി എല്ലാ ഹൈക്കോടതികളും കീഴ്ക്കോടതികളും എല്ലാവരും, എല്ലാ പൗരന്മാരും, എല്ലാ സംവിധാനങ്ങളും, എല്ലാ സർക്കാരുകളും അത് ശിരസ വഹിച്ചു കൊള്ളണം. ഇതാണ് നമ്മളുടെ സിസ്റ്റം. ഇതിൽ പ്രതിഷേധമുള്ളവരുണ്ടാകാം. സുപ്രീം കോടതിക്ക് തെറ്റുപറ്റിക്കൂടെ? തെറ്റുപറ്റാം, പറ്റുന്നും ഉണ്ടാകും. പക്ഷേ കേസുകൾക്ക് ഒരു അന്ത്യം വേണ്ടേ? എവിടെയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കണ്ടേ? അപ്പോൾ സുപ്രീം കോടതിയിൽ നമ്മൾ അവസാനിപ്പിക്കും. സുപ്രീം കോടതി സ്വമേധയ ചില കേസുകൾ എടുക്കാറുണ്ട്. ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും മാത്രമുള്ള അധികാരമാണ് സ്വമേധയാ കേസെടുക്കൽ, സിയോ മോട്ടോ എന്ന് പറയും. ഞാനിപ്പോൾ പറയുന്ന സംഭവം കഴിഞ്ഞ ഫെബ്രുവരിയിൽ തുടങ്ങിയതാണ്. ഫെബ്രുവരിയിൽ നമ്മളുടെ സുപ്രീം കോടതിയിലെ, ഒരുപക്ഷെ സുപ്രീം കോടതി ജഡ്ജിമാരെക്കാളും വലിയ സ്റ്റാറ്റസ് ഉള്ള കപിൽ സിബൽ, അഭിഷേക് മനു സിംഘ്വി, രണ്ട് വക്കീലന്മാർ മുൻ പിൻ നോക്കാതെ സുപ്രീം കോടതിയിൽ ഒരു കാര്യം പറയുന്നു. അതേ, NCERT, നമ്മളുടെ CBSE വിദ്യാലയങ്ങളുടെയൊക്കെ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് NCERT. NCERTയുടെ ഒരു പാഠപുസ്തകത്തിൽ കോടതിയെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നു. കോടതി ഇതൊന്നും അറിയുന്നില്ലേ, ഈ നാട്ടിൽ നിയമവാഴ്ചയില്ലേ, തേങ്ങയില്ലേ, മാങ്ങയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബഹളം. കോടതി ഇത് കേട്ടപാടെ, ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ചാണ്, സൂര്യകാന്തിൻ്റെ ബെഞ്ചാണ്. സൂര്യകാന്ത് പറഞ്ഞു, ആരാണ് ഇവിടെ കൊണ്ടുപോകണം? ആ, അത്രയ്ക്കായോ? കോടതിയെ അപമാനിക്കാറായോ എന്നൊക്കെ ചോദിച്ചു. നമ്മളുടെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത, ഇവരൊക്കെ എപ്പോഴും കോടതിയിൽ ഉണ്ടാകും കേട്ടോ. രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ കോടതിയിലുണ്ടാവും. അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രധാനപ്പെട്ട കേസുകൾ ഡൽഹിയിലോ കൽക്കട്ടയിലോ അവിടെ ഇവിടെയൊക്കെ പോകാനുണ്ടെങ്കിൽ നേരത്തെയൊക്കെ പറഞ്ഞ് ഏർപ്പാട് ചെയ്ത് വേറെ ആളെ ആക്കിയിട്ടൊക്കെ ആയിരിക്കും അവർ പോകുന്നത്. അതർവൈസ് അവരെപ്പോഴും സുപ്രീം കോടതിയിൽ, പ്രത്യേകിച്ച് ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ചിൽ എപ്പോഴും ഉണ്ടാവണം എന്നാണ് ഒരു ധാരണ. അങ്ങനെ എഴുതിയൊന്നും വെച്ചിട്ടില്ല, എന്നാലും അങ്ങനെയാണ്. അപ്പോൾ അദ്ദേഹം അവിടെ തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നമുക്കിത് വെറുതെ വിടാൻ പാടില്ല, കേന്ദ്ര സർക്കാരിൻ്റെയാണ്, കാര്യമൊക്കെ ശരിയാണ്, പക്ഷെ ഞങ്ങളിത് വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. നാളെ തന്നെ കാര്യങ്ങളൊക്കെ ഹാജരാക്കുക എന്നൊക്കെ പറഞ്ഞു. കേട്ട പാതി കേൾക്കാത്ത പാതി NCERT പട്ടാങ്ങടിച്ച് മാപ്പ് പറഞ്ഞു സുപ്രീം കോടതിയോട് പരസ്യമായിട്ട്. ഞങ്ങളുടെ ഭാഗത്തു നിന്ന് വന്ന ഒരു തെറ്റാണത്. ആ പാഠപുസ്തകത്തിൽ, അതായത് 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പാഠപുസ്തകത്തിലെ ഒരു ചാപ്റ്ററാണ് വിവാദമായത്. ആ ചാപ്റ്റർ, അതിൽ ചാപ്റ്റർ നമ്പർ 4 ആ പുസ്തകത്തിൽ, അതിൻ്റെ തലക്കെട്ട് ദ റോൾ ഓഫ് ജുഡീഷ്യറി ഇൻ അവർ സൊസൈറ്റി. ജുഡീഷ്യറിയുടെ നമ്മുടെ സമൂഹത്തിലെ റോൾ എന്താണ്, ഇതാണ് ആ ചാപ്റ്റർ. അപ്പോൾ ഇവർ 6ാം ക്ലാസ്സിൽ ലെജിസ്ലേച്ചർ എന്താണ് എന്ന് പ്രാഥമികമായിട്ട് കുറച്ച് പേജുകളിൽ പഠിപ്പിക്കുന്നു. നമ്മളുടെ നിയമനിർമ്മാണ സഭകൾ, ലോക്സഭ, രാജ്യസഭ, നിയമസഭ, ഇതൊക്കെ എന്താണ് എന്ന് പിള്ളേരെ പഠിപ്പിക്കുന്നു. 7ാം ക്ലാസ്സിൽ എക്സിക്യൂട്ടീവ് എന്നാൽ എന്താണ്, ഭരണയന്ത്രം, ചീഫ് സെക്രട്ടറി, അത് ഇത് അതുപോലെ വില്ലേജ് ഓഫീസർ വരെ എന്താണ് നമ്മളുടെ സിസ്റ്റം, ഇത് പഠിപ്പിക്കുന്നു. 8ാം ക്ലാസ്സിൽ ജുഡീഷ്യറി എന്താണെന്ന് പഠിപ്പിക്കുന്നു. സുപ്രീം കോടതി, ഹൈക്കോടതി, ജില്ലാ കോടതി അല്ലെങ്കിൽ സെഷൻസ് കോടതി, കീഴ്ക്കോടതി അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് കോടതി, വക്കീലാരാണ്, ജഡ്ജ് ആരാണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കും. ഈ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ അവർ പറഞ്ഞു, ഈ കോടതികളുടെ ചുമതല നമ്മളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക, പിന്നെ ഭരണഘടനയെ സംരക്ഷിക്കുക,
ഭരണഘടനാ വിരുദ്ധമായിട്ട് എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ അത് തിരുത്തിക്കുക. അത് സർക്കാരാണെങ്കിൽ അങ്ങനെ, അതല്ല പൊതുജനങ്ങളിൽ ആരെങ്കിലും ആണെങ്കിൽ അങ്ങനെ. ഇതെല്ലാം കോടതികളുടെ ചുമതലയിൽ പെടും. ഇങ്ങനെയൊക്കെ വിശദീകരിച്ചു. 17 പേജാണ്. 125-ാമത്തെ പേജ് മുതൽ 142-ാമത്തെ പേജ് വരെ 17 പേജ്, 17-18 പേജ്. ഇതിലാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ടവർ കോടതികൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ, ചലഞ്ചസ്, വെല്ലുവിളികൾ, അതിനെപ്പറ്റിയും ഒരു പാരഗ്രാഫിൽ അതിലവർ പറഞ്ഞു. കെട്ടിടത്തിൻ്റെ പോരായ്മ, ജഡ്ജികളുടെ എണ്ണത്തിലുള്ള കുറവ്, കെട്ടിക്കിടക്കുന്ന കേസുകൾ, ഏകദേശം 55 ലക്ഷമോ അതോ 5 കോടിയോ സംതിങ്, എനിക്ക് ആ ഫിഗർ ഓർമ്മയില്ല. ഇത്രയും കേസുകൾ കെട്ടിക്കിടപ്പുണ്ട്. അപ്പോൾ അത് കോടതികളുടെ മേൽ വലിയൊരു ഭാരമാണ്. അപ്പോൾ അത് വേഗം തീർക്കാനായിട്ട് പലവിധ നടപടികൾ കോടതികൾ എടുക്കുന്നു. നമ്മളുടെ കോടതികൾ പലതും ഡിജിറ്റൈസ് ചെയ്തു, പക്ഷേ എല്ലാം ഡിജിറ്റൈസ് ചെയ്തായിട്ടില്ല. ചിലതിനൊക്കെ ലൈവായിട്ട് നമ്മൾ യൂട്യൂബ് വഴി ലിങ്ക് ചെയ്ത് നാട്ടുകാരെ കാണിക്കുന്നുണ്ട്, ചിലയിടത്തതായിട്ടില്ല. ഇങ്ങനെ. അപ്പോൾ അതിൽ ഒരു സബ്സെക്ഷൻ കറപ്ഷൻ ഇൻ ജുഡീഷ്യറിയിലെ കറപ്ഷൻ. അപ്പോൾ അവരെഴുതി 2016 മുതൽ 2021 വരെ 1600 പരാതികൾ ജഡ്ജിമാരെ പറ്റി കിട്ടിയതായി കേന്ദ്ര സർക്കാരിൻ്റെ രേഖയിലുണ്ട്. ജഡ്ജിമാരുടെ അഴിമതിയെപ്പറ്റി പലപ്പോഴും വലിയ ബഹളം നടക്കാറുണ്ട്. റിട്ടയർ ചെയ്ത സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് BR ഗവായ് അദ്ദേഹം പറഞ്ഞു, ജുഡീഷ്യറിയിലെ കറപ്ഷൻ ജനങ്ങളുടെ നിയമത്തിലുള്ള വിശ്വാസത്തെ തകർക്കും എന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും ജുഡീഷ്യറിയിലുണ്ട് എന്ന് എഴുതിയപ്പോൾ ഇതെന്താ ഇത്ര വലിയ കാര്യം? ഇത്രയും സിമ്പിളായിട്ട് ലഘുവായിട്ട് 8ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കിയ പാഠപുസ്തകത്തിൽ ഈ വരികൾ വന്നെങ്കിൽ എന്താ ആകാശവാണി വീഴണം? ജസ്റ്റിസ് BR ഗവായ് ഇത് പറഞ്ഞതാണ്. അദ്ദേഹം മാത്രം പറഞ്ഞതാണോ? അല്ല, അതിനു മുമ്പ് പല ജഡ്ജിമാരും ഇത് പറഞ്ഞിട്ടുണ്ട്. സുപ്രീം കോടതിയെ ഞെട്ടിക്കുന്ന ഒരു പ്രസ്താവന നമ്മളുടെ മലയാളിയായിരുന്ന ജസ്റ്റിസ് VR കൃഷ്ണയ്യർ പാരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞതായിട്ട് അച്ചടിച്ചു വന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഈ സുപ്രീം കോടതി എന്ന ചുവപ്പ് നിറമുള്ള കെട്ടിടം പഴയ ചെങ്കല്ല് കൊണ്ട്, എന്തോ ആഗ്രയിൽ നിന്ന് കൊണ്ടുവന്ന പ്രത്യേക കല്ലൊക്കെയാണ്, അതുകൊണ്ട് പണിഞ്ഞ ഈ കെട്ടിടം ജനങ്ങൾ ഇടിച്ച് നിരത്തുന്ന ഒരു ദിവസം വരും എന്ന് ജസ്റ്റിസ് VR കൃഷ്ണയ്യർ, അദ്ദേഹം സുപ്രീം കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ജഡ്ജാണ്, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ടൊന്നും ഒരാകാശം ഇടിഞ്ഞു വീഴില്ല. പക്ഷേ NCERT ഈ ഒരു ചാപ്റ്റർ എഴുതി കഴിഞ്ഞപ്പോൾ സുപ്രീം കോടതി അങ്ങ് ക്ഷോഭിച്ചത് അതിനൊരു പ്രൊപ്പോർഷൻ ഉണ്ട് കേട്ടോ. കാരണം ഈ ഇഷ്യൂ റേസ് ചെയ്യുന്നത് കപിൽ സിബലും അഭിഷേക് മനു സിംഗ്വിയുമാണ്. അവർക്ക് ധാർമ്മിക രോഷം വരുമ്പോൾ അതിനൊത്ത ധാർമ്മിക രോഷം, പ്രൊപ്പോർഷണലായിട്ടുള്ള ധാർമ്മിക രോഷം കോടതിക്കും വരണം. വന്നില്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജിക്ക് അവിടെ ഇരിക്കപ്പുറതി ഉണ്ടാവില്ല. അതാണ് മറ്റേ കക്ഷികളുടെ ആ ഒരു ക്ലൗട്ട് സുപ്രീം കോടതിയിൽ. എന്തുവായിക്കോട്ടെ, ഭയങ്കരമായിട്ട് ക്ഷോഭിച്ചു. സർക്കാർ അപ്പം തന്നെ കീഴടങ്ങി. നമസ്കാരം എന്നും പറഞ്ഞിട്ട് തുഷാർ മേത്ത നേരെ ദണ്ഡ നമസ്കാരം ചെയ്തു. എന്ത് ശിക്ഷ വേണമെങ്കിലും ഞാൻ വാങ്ങിക്കോളാം, അപ്പടിയാണ് ഇപ്പടിയാണ്, അബദ്ധം പറ്റിയ കാര്യം എന്താണെന്ന് അങ്ങനെ അപ്പോഴും മനസ്സിലായിട്ടില്ല. എന്നിട്ട് അന്വേഷിച്ചു NCERT പറഞ്ഞു ഇന്നതാണ് സംഭവം, മാപ്പ് പറയടാം. NCERT പരസ്യമായിട്ട് മാപ്പ് പറഞ്ഞു. ശയന പ്രദക്ഷിണം വെച്ച് സുപ്രീം കോടതിക്ക് ചുറ്റും ഒന്നും പറയണ്ട. ആ പുസ്തകം പിൻവലിച്ചു, അത് ഓൺലൈനിൽ നിന്ന് പിൻവലിച്ചു. മൂക്കുകൊണ്ട് ഇക്ഷ, ഇണ്ണ, ഇപ്പ, ഇങ്ക, ഇക്ക ഒക്കെ വരച്ചു. കഴിഞ്ഞില്ല. കേസ് വീണ്ടും പൊങ്ങി വന്നപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു ഇതുകൊണ്ടായില്ല, ഇത് തയ്യാറാക്കിയത് ആരാണ് എന്ന് ഞങ്ങൾക്കറിയണം, ഈ പാഠപുസ്തകം തയ്യാറാക്കിയത് ആരാണ്. അപ്പോൾ കേന്ദ്ര സർക്കാർ മൂക്കുകൊണ്ട് ഇക്ഷ വരച്ചിട്ട് പറഞ്ഞു, മിഷേൽ ഡാനിനോ, സുപർണ ദിവാകർ, ആലോക് പ്രസന്നകുമാർ, ഈ 3 വിദ്യാഭ്യാസ വിചക്ഷണന്മാർ ചേർന്നാണ് ഈ മൊത്തം പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത്. അതിനകത്താണ് ഈ ചെറിയൊരു പാരഗ്രാഫ് വന്നിരിക്കുന്നത്. ഉടനെ സുപ്രീം കോടതി പറഞ്ഞു 3 പേരെയും ഞങ്ങൾ വിലക്കിയിരിക്കുന്നു, ആജീവനാന്ത വിലക്ക്. ഇനി അവർ ഒരു പാഠപുസ്തക കമ്മിറ്റിയിലും ഉണ്ടായിക്കൂടാ എന്ന് മാത്രമല്ല, സർക്കാർ ചെലവിൽ ഉണ്ടാക്കുന്ന ഏതെങ്കിലും ഒരു കമ്മിറ്റിയിൽ, വിദ്യാഭ്യാസമോ അല്ലാത്തതോ,
ചൊറികുത്തുന്ന കമ്മിറ്റിയാണെങ്കിലും ശരി, സർക്കാർ ചെലവിലുള്ളതാണെങ്കിൽ ഈ 3 പ്രേതാത്മാക്കളെ അതിനകത്ത് വയ്ക്കരുത്. ഒരു സ്ഥലത്തും വയ്ക്കരുത്. കേന്ദ്ര സർക്കാർ മാത്രമല്ല, സംസ്ഥാന സർക്കാരുകളോ വഴിയെ പോയവരോ ആരും തന്നെ ഇവർക്ക് ഒരു പണിയും കൊടുക്കരുത്. ഇവരെ കണ്ടാൽ കുളിക്കണം എന്നായിരുന്നു. ആ രീതിയിലുള്ള കടുത്ത ഓർഡറൊക്കെ രോഷം കൊണ്ട് തിളച്ച് തൂവി നമ്മളുടെ ജസ്റ്റിസ് സൂര്യകാന്ത്. അങ്ങനെ അപ്പോൾ കേന്ദ്ര സർക്കാർ പറഞ്ഞു അത് ചെയ്യാം, അത് അങ്ങയുടെ തൃപ്തി പോലെ, ടു ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദ കോർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അയ്യോ, തുഷാർ മേത്ത ഓച്ചാനിക്കുന്നത് കാണണമായിരുന്നു. നമുക്ക് തന്നെ നാണം തോന്നുക, ഇത്ര വലിയ കേന്ദ്ര ഗവൺമെൻറ് ഇങ്ങനെ അങ്ങോട്ട് കുനിയേണ്ട കാര്യമൊന്നും. ഒരു പാഠപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് സത്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി. നമ്മളെ യശ്വന്ത് വർമ്മ, ജസ്റ്റിസ് യശ്വന്ത് വർമ്മ, അദ്ദേഹത്തെ വെറും യശ്വന്ത് വർമ്മ എന്ന് പറഞ്ഞതിനാണ് നമ്മളെ മാത്യു നെടുമ്പാറ വക്കീൽ അങ്ങേര് ചീത്ത വിളിച്ചു സുപ്രീം കോടതി. നിങ്ങൾ എന്ത് ധൈര്യത്തിലാണ് വെറുതെ യശ്വന്ത് വർമ്മ എന്ന് പറയുന്നത്? ഓണറബിൾ ജസ്റ്റിസ് യശ്വന്ത് വർമ്മ എന്ന് പറയൂ. അദ്ദേഹം ഇപ്പോഴും ജഡ്ജാണ്. അതേ ജഡ്ജാണ്. ഡൽഹി ഹൈക്കോടതിയിൽ ഇദ്ദേഹത്തിൻ്റെ ഔട്ട് ഹൗസിൽ നിന്ന് കത്തിയതും കത്താത്തതും കത്തിക്കൊണ്ടിരിക്കുന്നതുമായ നോട്ടുകളുടെ ശേഖരം കിട്ടി. എനിക്കൊന്നും അറിഞ്ഞുകൂടാന്നൊക്കെ അങ്ങനെ പറഞ്ഞു. കാര്യമായി ഇതൊന്നുമില്ല. ഒടുവിൽ കോടതി ഇടപെട്ട് പുള്ളിയെ അലഹാബാദ് ഹൈക്കോടതിയിൽ വിട്ടു. അവിടെ ഇരുന്നുമാണ് ഈ കാശുണ്ടാക്കി. ഡൽഹിയിൽ ഇത് ശരിയല്ല കേട്ടോ. ഒരു ഇന്റേണൽ എൻക്വയറി വെച്ചു 3 ജഡ്ജിമാരുടെ. അവർ ഒരു റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ട്, അതിൻ്റെ കോപ്പി പരസ്യമാക്കിയില്ല. ആ റിപ്പോർട്ട് സുപ്രീം കോടതി പ്രസിഡന്റിനും പ്രധാനമന്ത്രിക്കും അയച്ചു കൊടുത്തു ഇംപീച്ച്മെന്റ് നടത്താനായിട്ട്. ഇംപീച്ച്മെന്റ് പ്രമേയം ലോക്സഭയിൽ വന്നിട്ട് അവതരിപ്പിച്ച് അവിടെ കിടക്കുകയാണ്. ഇതാണ് യശ്വന്ത് വർമ്മ എന്ന ജഡ്ജി. അങ്ങേര് സന്തോഷമായിട്ട് റിട്ടയർ ചെയ്ത് വീട്ടിൽ പോകും, പെൻഷനും മേടിക്കും, ഒരു ചുക്കും സംഭവിക്കില്ല. കാരണം ഒരു മോഷണമോ സംഗതിയോ ഇതുപോലത്തെ സംഭവങ്ങൾ നടന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് എന്താ? പോലീസിനെ കൊണ്ടൊരു FIR ഇടിക്കുക. ജഡ്ജസ് ആക്ട് 1968 എന്ന് പറഞ്ഞിട്ട് ജഡ്ജിമാർ കുറ്റം ചെയ്താൽ അതിനുള്ള പ്രൊസീജിയർ എന്താണെന്ന് വിശദീകരിക്കുന്ന ഒരു ജഡ്ജസ് ആക്ട് ഉണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഇതുപോലത്തെ ഗുരുതരമായ കുറ്റങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ FIR ഇട്ട് പോലീസ് അന്വേഷിക്കണമെന്നാണ്. പക്ഷേ പണ്ട് വീരാസ്വാമി എന്ന് പറയുന്ന ഒരു ജഡ്ജിൻ്റെ പേരിൽ ഇതുപോലത്തെ ഒരു അഴിമതിയോ ധൂർത്തോ അങ്ങനെ ഒരു കേസ് വന്നു കഴിഞ്ഞപ്പോൾ സുപ്രീം കോടതി സ്വയം ആ ആക്ട് മോഡിഫൈ ചെയ്തു. സ്വയം ഒരു ആക്ട് മോഡിഫൈ ചെയ്യുന്നത് സാധാരണഗതിയിൽ സർക്കാരാണ്. കോടതിക്ക് അത് മോഡിഫൈ ചെയ്യാൻ അവകാശമൊന്നുമില്ല, വ്യാഖ്യാനിക്കാമെന്നേ ഉള്ളൂ. പക്ഷേ ഇവിടെ അങ്ങ് മോഡിഫൈ ചെയ്തു. FIR ഇടാം, പക്ഷേ സുപ്രീം കോടതിയുടെ അനുമതിയോടുകൂടി FIR ഇടും. ഈ അനുമതി സുപ്രീം കോടതി താല്ലിക്കൊന്ന കൊടുക്കുകയില്ല. പിന്നെ എന്ത് ചെയ്യും? FIR ഇട്ടില്ല, അങ്ങനെ കിടക്കും. അപ്പോൾ വീരാസ്വാമി അതിനിടയ്ക്ക് രാജിവെച്ചു. വേറൊരു രാമസ്വാമി ജസ്റ്റിസ് ഉണ്ടായിരുന്നു, അങ്ങേരെ ഇംപീച്ച് ചെയ്യാൻ തുടങ്ങി. അങ്ങേര് പിന്നെ രാജിവെച്ചു. യശ്വന്ത് വർമ്മ ഞാൻ രാജിയില്ല, ഒരു കുന്തവും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് അലഹാബാദ് ഹൈക്കോടതിയിൽ ഇരിക്കുകയാണ്. അങ്ങേർക്ക് കേസ് കൊടുക്കുന്നില്ല എന്നൊക്കെ കേട്ടു. എന്തു വാങ്ങിക്കോട്ടെ. അപ്പോൾ അഴിമതി ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. അതിലും രസകരമായൊരു സംഭവം അത് കർണാടകയിൽ നടന്നതാണ്. ബെല്ലാരി എന്ന സ്ഥലം അറിയാമല്ലോ, മമ്മൂട്ടി അഭിനയിച്ച രാജമാണിക്യം, ബെല്ലാരി രാജ. ആ ബെല്ലാരി, ഈ ബെല്ലാരിയിൽ ബെല്ലാരി സഹോദരന്മാർ എന്നറിയപ്പെടുന്ന 2 ഖനി വിദഗ്ധന്മാരുണ്ട്, കോൺട്രാക്ടർമാർ. വലിയ കാശുകാരും വലിയ പണക്കാരും ഭയങ്കര സ്വാധീനം സംഗതിയൊക്കെ ഉള്ളവരാണ്. അവരുടെ പേരിൽ ഒരു കേസ് വന്ന് അവർ അറസ്റ്റിലായി 2 പേരും. ഇത്ര വലിയ നാണക്കേട് വരാനുണ്ട്. ബെല്ലാരി ബ്രദേഴ്സിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ ജാമ്യാപേക്ഷ, ജാമ്യത്തിൻ്റെ വാദം നടക്കുന്നു അകത്ത് മജിസ്ട്രേറ്റ് കോടതിയിലാണ്. CBI ആണ് ഇവരെ പിടിച്ചിരിക്കുന്നത്. CBIയുടെ വക്കീലന്മാരകത്തുണ്ട്. പുറത്ത് CBIയുടെ ജീപ്പിൽ അവരുടെ ഡ്രൈവർ, ഇപ്പുറത്ത് ബെല്ലാരി ബ്രദേഴ്സിൻ്റെ ഡ്രൈവർ. ഡ്രൈവർമാർ തമ്മിൽ വാചകം അടിച്ചു, ഒരു സിഗരറ്റും വലിച്ചു. അപ്പോൾ CBIയുടെ ഡ്രൈവർ ചോദിച്ചു, എന്താണോ തൻ്റെ വണ്ടിയിൽ വലിയ പെട്ടിയൊക്കെ ഇരിക്കുന്നത്? ആ ഡ്രൈവർ പറഞ്ഞു, ഒന്നും പറയണ്ട ചേട്ടാ, ഇന്ന് ഇപ്പം ആകെ വിഷമം. രാവിലെ 6 മണിക്ക് 8 കോടി രൂപ കൊണ്ടുപോയി മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ കൊടുത്തു. ബാക്കി 2 കോടി രൂപയാണ് ഈ പെട്ടിക്കകത്ത്. ഇതിപ്പോൾ ജാമ്യം കിട്ടിക്കഴിയുമ്പോൾ ഇവിടെ ആഫീസിൽ കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 10 കോടി രൂപയാണ് ജാമ്യത്തിൻ്റെ വില എന്ന് പറഞ്ഞു. CBIയുടെ ഡ്രൈവർ വാ പൊളിച്ചു.
മറ്റേ ഡ്രൈവർക്ക്, ബെല്ലാരി ബ്രദേഴ്സിൻ്റെ ഡ്രൈവർക്ക് ഇത് അഴിമതിയാണ് എന്ന് പോലും അയാൾക്കറിയില്ല. അയാൾ യഥാർത്ഥത്തിൽ ധരിച്ചിരിക്കുന്നത് പൈസ കൊടുത്ത് വാങ്ങുന്ന ഒരു സാധനമാണ് ഈ ജാമ്യം. നമ്മൾ കാശ് അവർക്ക് കൊടുക്കുക, അപ്പോൾ അവർ നമ്മളെ ജയിലിലിടാതെ ജാമ്യത്തിൽ വിടും. ഇതാണ് അയാൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. അല്ലാതെ അഴിമതിയാണെന്നൊന്നും അയാൾക്കറിയില്ല, പാവം. അയാൾ അതുകൊണ്ടുള്ള സത്യം പറഞ്ഞു. ഈ CBIയുടെ ഡ്രൈവർ, അയാൾ പോലീസുകാരനാണ് CBIയിൽ. അയാൾ നേരെ കോടതി മുറിക്കുള്ളിൽ ചെന്നിട്ട് CBIക്കാരോട് ചെവിയിൽ പറഞ്ഞു, ഇന്ന മാതിരിയാണ് സംഭവം, കക്ഷി പുറത്ത് നിൽപ്പുണ്ട്. അവർ പുറത്ത് വന്ന് ജീപ്പും കാശും പെട്ടിയും എല്ലാം കൂടെ അങ്ങോട്ട് പിടിച്ചെടുത്തു. നേരെ ആന്ധ്ര ഹൈക്കോടതി അറിയിച്ചു. ഹൈക്കോടതി മജിസ്ട്രേറ്റിനെ അപ്പം തന്നെ സസ്പെൻഡ് ചെയ്തു. ഇതൊക്കെ പത്രത്തിൽ വന്ന വാർത്തകളാണ്. ഇതൊന്നും ഇല്ല എന്ന് ഭാവിച്ച് നടക്കണം. ഇതുപോലെ വിശദമായിട്ടൊന്നും അവർ NCERT പുസ്തകത്തിൽ എഴുതിയിട്ടില്ല. 8ാം ക്ലാസ്സിലെ പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ളതല്ലേ. ചില്ലറ പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ട് എന്ന് പിള്ളേരെ ഒന്ന് ബോധ്യപ്പെടുത്തി അതിലെന്താ തെറ്റ്? ഇല്ല, അത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാര്യം, മിനിഞ്ഞാന്ന് ഈ കേസ് വീണ്ടും സുപ്രീം കോടതി വരാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, സുപ്രീം കോടതി ശിക്ഷിക്കുകയാണല്ലോ ചെയ്തത് 3 പേരെ. ആജീവനാന്ത വിലക്ക്, എല്ലായിടത്തും വിലക്ക്. ഈ വിലക്ക് നിയമപരമായ ഒരു ഉത്തരവാണ്. ഒരാളെ നിങ്ങൾ ശിക്ഷിക്കുമ്പോൾ അയാൾക്ക് പറയാനുള്ളത് കേൾക്കണ്ടേ? അതൊരു പ്രാഥമികമായ നിയമതത്വമാണ്. ഓഡി ആൾട്ടറം പാർട്ടം എന്ന് ലാറ്റിനിൽ പറയും. അതായത് മറ്റേ ആളെ കേൾക്കാതെ അയാളെ ശിക്ഷിച്ചുകൂടാ. ഏത് കൊലപാതകയും അയാൾക്ക് പറയാനുള്ളത് കേൾക്കുമല്ലോ. കുറച്ചു കാലം മുമ്പ് യാക്കൂബ് മെമൻ എന്ന് പറഞ്ഞ ഒരാളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. അയാളാണ് ബോംബെ ബ്ലാസ്റ്റിൻ്റെ ഉത്തരവാദി. ബോംബെ സ്ഫോടനം നടത്തി 300 ആൾക്കാരെ കൊന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഫൈനലി വിചാരണയും സംഗതിയൊക്കെ കഴിഞ്ഞിട്ട് സുപ്രീം കോടതി വരെ പോയി. സുപ്രീം കോടതിയിൽ റിവ്യൂ പെറ്റീഷൻ കഴിഞ്ഞു, ക്യൂറേറ്റീവ് പെറ്റീഷൻ കഴിഞ്ഞു, പ്രസിഡന്റിന് ദയാഹർജി കൊടുത്തു, അത് തള്ളി. ഒക്കെ കഴിഞ്ഞ് യാക്കൂബ് മെമനെ നാളെ രാവിലെ 5:30 മണിക്ക് തൂക്കിക്കൊല്ലാൻ പോകുന്നു ബോംബെ. അപ്പോൾ യാക്കൂബ് മെമൻ്റെ ആൾക്കാർ വീണ്ടും ഒരു ഹർജിയായിട്ട് രാത്രി 10 മണിക്ക് രജിസ്ട്രാറെ ചെന്ന് കണ്ട്, രജിസ്ട്രാർ ചീഫ് ജസ്റ്റിസിനെ വിളിച്ച് പറഞ്ഞ് കോടതി തുറപ്പിച്ച് രാത്രി 1 മണിക്ക് ആ കേസ് വീണ്ടും വാദം കേട്ടു. എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞതാണ്, പക്ഷെ വീണ്ടും വാദം കേട്ടു. ഞാൻ ഉറക്കമിളച്ചിരുന്ന് അതിൻ്റെ പ്രൊസീഡിങ്സ് ഇങ്ങനെ TV വരുന്നത് കണ്ടിരുന്നവനാണ്. വെളുപ്പിനെ 5:30 യാക്കൂബ് മെമനെ തൂക്കിക്കൊല്ലണം. വെളുപ്പിനെ 3 മണിക്ക് സുപ്രീം കോടതി വിധി പറയുന്നു. ആ ശിക്ഷ ശരിവയ്ക്കുന്നു, തൂക്കിക്കൊല്ലാൻ ഉത്തരവിടുന്നു. ഉത്തരവ് ഇമെയിൽ വഴി പറക്കുന്നു മുംബൈയിലേക്ക്. 5:30 മണിക്കോ അതോ 6:30 മണിക്കോ യാക്കൂബ് മെമനെ തൂക്കിക്കൊല്ലുന്നു. ഇതാണ്. അപ്പോൾ അയാൾക്ക് പറയാനുള്ള കാര്യം മുഴുവൻ പലതവണ പറഞ്ഞിട്ടും കേട്ടിട്ടും അത് കഴിഞ്ഞിട്ട് പിന്നെയും രാപ്പാതിരായിക്ക് കോടതി തുറന്നിട്ട് വാദം കേൾക്കണമെങ്കിൽ എത്ര കണ്ടാണ് നമ്മൾ ഒരാളിനെ ശിക്ഷിക്കുമ്പോൾ പരിശോധിക്കുന്നത്? ഇവിടെ അങ്ങനത്തെ ഒരു പരിശോധനയില്ല, ഒന്നുമില്ല. മാറ്റർ വായിക്കുന്നതിന് മുമ്പ് തന്നെ കോടതി ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ 3 വിദഗ്ധന്മാർ, മിഷേൽ ഡാനിനോ, സുപർണ ദിവാകർ, ആലോക് പ്രസന്നകുമാർ. ഭാഗ്യത്തിന് ഇവർ കൊമ്പന്മാരായ 3 വക്കീലന്മാരെ, അതായത് കപിൽ സിബലിൻ്റെ തൊട്ട് താഴെ ഉള്ള ആ ശ്രേണിയിൽപ്പെട്ട വക്കീലന്മാർ. മിഷേൽ ഡാനിനോയ്ക്ക് വേണ്ടി ഹാജരായത് ഗോപാലശങ്കർ നാരായണനാണ്. ഞാൻ ഈ വീഡിയോ ചെയ്യാനൊരു കാരണം അതുമാണ്. മിഷേൽ ഡാനിനോ എനിക്ക് അറിയാവുന്ന ആളാണ്, ഫ്രഞ്ച് പൗരനായിരുന്നു. അദ്ദേഹം ഇവിടെ പോണ്ടിച്ചേരിയിൽ അരവിന്ദാശ്രമത്തിലായിരുന്നു താമസം. ഞാൻ ഒരു ഭാരത സ്നേഹിയെ ഞാൻ കണ്ടിട്ടില്ല. വിദേശി ആയാലെന്താ? അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഭാരതീയ പൗരനായി എന്നാണ് ഞാൻ കേട്ടത്. സത്യാവസ്ഥ എനിക്കറിയില്ല. പോണ്ടിച്ചേരി അരവിന്ദാശ്രമത്തിൽ എന്തോ കശിവിഷയും കേസും ഒക്കെ ഉണ്ടായി. അദ്ദേഹം അവിടെ നിന്ന് മാറിയിട്ട് ഇവിടെ വന്നു, നമ്മളുടെ ഊട്ടിക്കടുത്ത് ഉള്ള ഒരു സ്ഥലത്ത് കൂനൂറിൽ താമസിക്കുകയായിരുന്നു. അവിടെ നിന്ന് പിന്നെ അദ്ദേഹം ഞാനുമായിട്ടുള്ള ബന്ധം, ഞാൻ വേറെ വഴിക്ക് പോയി, അദ്ദേഹം വേറെ വഴിക്കാൻ അങ്ങനെ പോയി. നമ്മളുടെ ആര്യനാക്രമണ സിദ്ധാന്തമൊക്കെ പൊളിച്ചെടുക്കുന്നതിൽ മിടുക്കനാണ് മിഷേൽ ഡാനിനോ. വളരെ സൗമ്യമായിട്ട് സംസാരിക്കുന്ന ജെന്റിൽമാൻ ആയിട്ടുള്ള ഒരു വ്യക്തി. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം കൂടുതൽ ശ്രദ്ധിക്കാൻ ഇടയായത്. മിഷേൽ ഡാനിനോയ്ക്ക് വേണ്ടി ഹാജരായത് ഗോപാൽ ശങ്കർ നാരായണൻ, സുപർണ ദിവാകറിന് വേണ്ടിയിട്ട് അരവിന്ദ് ദത്തർ, മോശക്കാരനല്ല.
ഇവർക്കൊപ്പമോ കപിൽ സിബലിനൊപ്പമോ അല്ലെങ്കിൽ തൊട്ടു പുറകിലോ എന്ന് പറയാവുന്ന സ്റ്റേച്ചറുള്ള ആള് അരവിന്ദ് ദത്തർ. ആലോക് പ്രസന്നകുമാറിന് വേണ്ടിയിട്ട് ജെ സായി ദീപക്. ഇപ്പോൾ ഉദിച്ചു വരുന്ന താരമാണ് ജെ സായി ദീപക്. ഇവിടെ സുപ്രീം കോടതിയിൽ സീനിയർ വക്കീലായിട്ടില്ല, പക്ഷേ താമസിയാതെ ആകുന്നു. ഞാൻ അദ്ദേഹം ആ പീരീഡ് കഴിഞ്ഞാലല്ലേ സീനിയർ വക്കീലാവുള്ളൂ, പക്ഷേ മിടുക്കനാണ്. ഇപ്പം ഈ 3 വക്കീലന്മാർ എണീറ്റ് നിന്ന് കഴിഞ്ഞപ്പോൾ കോടതി ഒന്ന് പരങ്ങി. ഇവർ പറഞ്ഞു, അല്ല, ഞങ്ങളുടെ കക്ഷികളെ കേട്ടിട്ടേ ഇല്ല. ഒരു ഉത്തരവ് അങ്ങോട്ട് ഏകപക്ഷീയമായിട്ട് പാസ്സാക്കി അവരെ ഏകദേശം നാട് കടത്തുന്ന മാതിരി ഉപജീവനം മുട്ടിച്ചുകൊണ്ട് ഒരു സ്ഥലത്തും ആരും ഒരു പണിയും കൊടുക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് ഇതെന്താ നമ്പരാനെ ഇത്? ഞങ്ങൾ പറയുന്നത് കേൾക്കണ്ടേ? ഞങ്ങളുടെ വിശദീകരണം ചോദിക്കണ്ടേ? അപ്പം ചീഫ് ജസ്റ്റിസിൻ്റെ പഴയ ദേഷ്യമൊക്കെ ഒതുങ്ങി. ഒരുപക്ഷെ കപിൽ സിബൽ അവിടെ ഇരുന്ന് കണ്ണ് കാണിച്ചു കാണും, വിടരുത് വിടരുത് എന്നൊക്കെ. പക്ഷേ ചീഫ് ജസ്റ്റിസ് നോക്കിയപ്പോൾ പ്രകടമായ ന്യായമാണ്. കാരണം ഇവർ പറഞ്ഞു, ഫസ്റ്റ് ഒരു കുറ്റത്തിനാണല്ലോ ശിക്ഷ കൊടുക്കുന്നത്. ഒരു കുറ്റം കുറ്റമാകുന്നത് അത് ഇൻറ്റൻഷൻ മെൻസ്രിയ എന്ന് ലാറ്റിനിൽ പറയും. ചെയ്യാൻ മനഃപൂർവ്വം ഉണ്ടായിരുന്നോ അതിന് പുറകിൽ? കോടതിയെ ചീത്തയാക്കി കളയാൻ നമുക്ക് എന്ന് തീരുമാനിച്ചവർ ചെയ്തതാണോ, അതോ അവരെഴുതി വന്നപ്പോൾ സ്വാഭാവികമായിട്ട് എഴുതിയ കാര്യങ്ങളാണോ? അത് നോക്കണ്ടേ? ഞാനൊരു കുട വീശുമ്പോൾ നിങ്ങളുടെ കണ്ണിൽ കൊണ്ടു, അത് കൊണ്ടതാണല്ലോ, ഞാൻ കൊള്ളിച്ചതല്ലല്ലോ. കൊള്ളിച്ചതാണെങ്കിൽ അത് കുറ്റമാണ്, കൊണ്ടതാണെങ്കിൽ അത് കുറ്റമല്ല. അതിനെനിക്ക് ശിക്ഷയുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നഷ്ടപരിഹാരം ചോദിക്കാൻ എന്നോട്, അല്ലാതെ എന്നെ ശിക്ഷിക്കാൻ ഇയാളെ പിടിച്ച് ഒരാഴ്ച ജയിലിലിടുന്നു പറയാൻ പറ്റില്ല. കാരണം മനഃപൂർവ്വമല്ല. അപ്പോൾ മനഃപൂർവ്വമാണോ അല്ലയോ എന്ന് ഇതൊക്കെ ചെയ്യാനാണ് ട്രയൽ കോടതി. അതുകൊണ്ടാണ് ട്രയൽ കഴിഞ്ഞിട്ട് വിധി വരുന്നത്. ഇത് സുപ്രീം കോടതി നേരിട്ട് അങ്ങോട്ട് വിധിച്ചു. അത് മര്യാദയായോ? ആയില്ല എന്ന് സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാകണം സുപ്രീം കോടതി പറഞ്ഞു, ഇത് താമസിയാതെ ഉടൻ തന്നെ ലിസ്റ്റ് ചെയ്യും കേസ്. ഇവർ പറയുന്ന ഇവരുടെ കാര്യം കൂടെ കേൾക്കാനുണ്ട് എന്ന് പറഞ്ഞ് ലിസ്റ്റ് ചെയ്തു. ദൈവാധീനം. അത്രയും ഒരു കാര്യം ചെയ്തല്ലോ സൂര്യകാന്ത്. ഈ സൂര്യകാന്തിൻ്റെ ഈ വാവിട്ട വാക്ക്, സൂര്യകാന്തും പർദിവാലയും ചേർന്നാണ് ഈ നൂപുർ ശർമ്മ കേസ് വഷളാക്കിയത്. ഓർമ്മയുണ്ടല്ലോ? ഈ നാടിന് തീ വെച്ചത് നിങ്ങളാണ്, ഇതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ നിങ്ങൾക്കാണെന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീയെ നേർക്ക് തട്ടിക്കേറി അവസാനം അവർക്കിപ്പോൾ ഇത്രയും വർഷം കഴിഞ്ഞിട്ടും അവർക്ക് സെക്യൂരിറ്റിയോടെയാണ് അവർ പുറത്തിറങ്ങുന്നത്, പരമരഹസ്യമായിട്ട്. അല്ലെങ്കിൽ അവരുടെ കഴുത്ത് വെട്ടിക്കളയും. ഇതാണ് നൂപുർ ശർമ്മയുടെ ഗതി. സുപ്രീം കോടതി ജഡ്ജിമാർ അവർ വാതുറക്കുന്നത് വളരെ സൂക്ഷിച്ച് വേണം. അത് സൂര്യകാന്ത് തന്നെ ഒരു ദിവസം പറഞ്ഞിട്ടുള്ളതാണ്, ഞങ്ങൾ വാതുറക്കുന്നത് സൂക്ഷിക്കണം. കാരണം വായിൽ നിന്ന് എന്തെങ്കിലും വീണ് പോയി കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ എടുത്തിട്ട് വേണ്ടാത്ത പ്രചരണം മുഴുവൻ നടത്തും. വേണ്ടാത്ത പ്രചരണമല്ല സാർ, വേണ്ട പ്രചരണമാണ്. നിങ്ങളുടെ ഓരോ വാക്കിനും ജനങ്ങൾ വില കൊടുക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളമാണത്. അതുകൊണ്ട് ഇനിയെങ്കിലും ശ്രദ്ധിക്കുക. ഈ യുവന്മാരുടെ ഏഷണിയുണ്ടല്ലോ, ഈ കപിൽ സിബലിൻ്റെയും അഭിഷേക് മനു സിംഗ്വിയുടെയും മറ്റും ഏഷണിയിൽ ചെന്ന് പെടാതിരിക്കുക. ജുഡീഷ്യറിയിൽ കറപ്ഷൻ ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. അതിപ്പോൾ NCERT ബുക്കിൽ നിന്ന് ചാപ്റ്റർ എടുത്ത് കളഞ്ഞുകൊണ്ട് ജുഡീഷ്യറിയിലെ കറപ്ഷൻ ഇല്ലാതാകുന്നില്ല. കൊച്ചു കുട്ടികളെ, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ ഞങ്ങൾക്കെതിരെ തിരിക്കുകയാണ്. ഇറ്റ് വാസ് എ ഗൺ ഷോട്ട്, ഞങ്ങളെ വെടിവെച്ച പോലെയായി. വി ആർ ബ്ലീഡിങ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പറയാണ്, വി ആർ ബ്ലീഡിങ്. എന്ത് ബ്ലീഡിങ് ആണ് സാർ? എന്താണ് സാർ ഈ നാടകീയത? കഷ്ടമായി പോയി. ഏതായാലും വൈകിയാണെങ്കിലും നിങ്ങൾക്ക് വിവേകമുദിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. താങ്ക് യു.